ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. പക്ഷേ മിക്കപ്പോഴും പലർക്കും ഉണ്ടാക്കിയാൽ ശരിയാവാത്ത ഒന്നാണ് ചപ്പാത്തി. എനിക്ക് തോന്നുന്നു പലരും ഉണ്ടാക്കുമ്പോൾ പറയുന്നിട്ടുണ്ട് ചപ്പാത്തി ഹാർഡായി പോകുന്നു എന്നൊക്കെ. അപ്പോൾ ഞാൻ ചപ്പാത്തി അങ്ങനെ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. നമ്മളിപ്പോൾ രാവിലെ ഉണ്ടാക്കിയാലും രാത്രി വരെ അതേ സോഫ്റ്റോട് കൂടി തന്നെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ചപ്പാത്തി ഇരിക്കും. നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയുന്നവർക്കൊക്കെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അല്ലാത്തവരുണ്ടെങ്കിൽ ഇത് ഫുള്ള് കാണുക. നമുക്ക് അപ്പോൾ ഒരു പാനിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കാം. തിളയ്ക്കണ്ട കേട്ടോ, നമുക്ക് ഇതൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ചൂടായി വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ഇട്ടെടുക്കാം. ഞാൻ ഈ 1/4 കപ്പ് വെള്ളം വെച്ചിരിക്കുന്നത് 2 കപ്പ് ഗോതമ്പ് മാവിൽക്കാണ്. ഞാനെടുക്കുന്ന ഗോതമ്പ് മാവിൽക്ക് ഈ കപ്പ് വെള്ളം കറക്റ്റാണ്. ഇനി ഈ വെള്ളം ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിലേക്ക് 2 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ സ്റ്റവിൽ നിന്ന് മാറ്റി വെച്ചു കേട്ടോ. വെള്ളം ചൂടായതിന് ശേഷം നമ്മൾ സ്റ്റവിൽ നിന്ന് മാറ്റി വെച്ചു. ഇനി വെള്ളം അഥവാ നല്ല പോലെ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഒന്ന് ചൂടാറാൻ വെക്കാം. നമുക്ക് ആവശ്യം ഒരു ലൈറ്റ് ചൂടുവെള്ളമാണ്. ആ ലൈറ്റ് ചൂടുവെള്ളത്തിലേക്ക് ഞാനിവിടെ 2 കപ്പ് മാവ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഇങ്ങനെ സ്പൂണിട്ട് ആക്കുമ്പോൾ ഞാൻ പാത്രത്തിൽ തട്ടാണ്ടാണ് ഇതുപോലെ മിക്സാക്കി കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ നെയ്യെടുത്ത സ്പൂണ് എടുത്തു എന്ന് മാത്രം. ഇനി നമുക്ക് ഇത് ചപ്പാത്തി കുഴയ്ക്കാനുള്ള ഒരു പാത്രത്തിൽ, പരന്ന പാത്രത്തിലേക്ക് നമ്മൾ ഈ മാവ് ഒന്ന് ഇട്ട് കൊടുത്തു. അപ്പം നമ്മളെ മാവിനിപ്പോൾ ഒരു ലൈറ്റ് ചൂടുള്ളത് കേട്ടോ. നമ്മളെ കൈക്ക് സഹിക്കാവുന്ന ചൂടുള്ളൂ. തിളച്ച വെള്ളമല്ല ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്, അതൊന്നും കൂടി പറയുന്നു. ലൈറ്റ് ചൂടുവെള്ളമാണ്. ആ ലൈറ്റ് ചൂടുവെള്ളത്തിൽ നമ്മൾക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചൂടാണ്, നമ്മുടെ കൈക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടാണ്. ആ ചൂടിലിട്ടിട്ട് നമ്മൾ നല്ല പോലെ കുഴയ്ക്കാം. പിന്നെ ഞാനെടുക്കുന്ന ഗോതമ്പ് മാവ് QFMൻ്റെ ചക്കി ഫ്രഷ് ആട്ടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഈ 2 കപ്പ് ഗോതമ്പ് മാവിന് കറക്റ്റ് 1/4 കപ്പ് വെള്ളം മതി എന്നറിയാം. നിങ്ങൾ ഏത് ഗോതമ്പ് മാവ് എടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം തീരുമാനിക്കുക, 1/4 കപ്പ് വെള്ളം വേണോ 1 കപ്പ് വെള്ളം വേണോ എന്നുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വെള്ളത്തിലേക്ക് പൊടിയിട്ട് കൊടുക്കണ്ട. പൊടിയിലേക്ക് ഈ ലൈറ്റ് ചൂടുവെള്ളം കുറച്ചീശെ ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ കുഴച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ എനിക്ക് കറക്റ്റ് അറിയാവുന്നത് കൊണ്ട് ഞാൻ ഡയറക്റ്റ് വെള്ളത്തിലേക്ക് പൊടിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നല്ലപോലെ കുഴയ്ക്കുമ്പോൾ ഒരിക്കലും നമ്മളുടെ കൈമലൊന്നും ഈ പൊടി ഒട്ടിപ്പിടിക്കില്ല. ഇതേപോലെ ലൈറ്റ് ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുന്നത് കൊണ്ട് നമുക്ക് ഇനി വേറൊരു ഓയിലിൻ്റെ നെയ്യുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഈ ചേർത്തിട്ടുള്ള 1 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രം ഇതിൽ ചേർക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മളിപ്പോൾ നല്ല പോലെ കുഴച്ചതിന് ശേഷം നമ്മൾ ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇതിപ്പോൾ ഒരു 10 മുതൽ 12 വരെ ചപ്പാത്തിക്കുള്ള ഒരു ബോളായിട്ട് നമുക്ക് കിട്ടും. അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് ഞാനിവിടെ ചപ്പാത്തി പരത്തിയെടുക്കുന്നത്, തീരെ ചെറിയ ചപ്പാത്തി ആയിട്ടല്ല. ഇനി നമുക്ക് ഇതേപോലെ ഓരോ പോർഷൻസും നമ്മൾ കൈയിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി ബോളാക്കണം. അങ്ങനെ നമ്മൾ എല്ലാവരും ബോളാക്കിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് വെച്ചാൽ മതി. 5 മിനിറ്റിനുള്ളിൽ തന്നെ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഓരോ ബോൾസ് എടുത്തിട്ട് നമുക്ക് ഈ ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് ഒന്ന് പരത്താം. അപ്പോൾ കുറച്ച് പൊടിയിട്ട് കൊടുത്തിട്ട് പരത്തിയെടുത്താൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. പിന്നെ പരത്തിയെടുക്കുന്ന സമയത്ത് തീരെ റൗണ്ട് ഷേപ്പിൽ വരാത്തവരാണെങ്കിൽ നമുക്കൊരു കട്ടർ വെച്ചിട്ട് അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ട് ഒക്കെ നമുക്ക് റൗണ്ട് ഷേപ്പാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഒരു വിധത്തിൽ റൗണ്ട് ഷേപ്പാക്കി എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതേപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇനി ഞാൻ എല്ലാവരും പരത്തിയതിന് ശേഷമാണ് ഞാനിവിടെ ചുട്ടെടുക്കുന്നത്. എല്ലാവരും പരത്തിയിട്ട് ഞാനിപ്പോൾ ചപ്പാത്തി കുഴച്ച പാത്രത്തിൽ തന്നെ അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. അതിന് ശേഷമാണ് ഞാനിവിടെ പാൻ സ്റ്റവിൽ വെച്ചിട്ട് ചുട്ടെടുക്കുന്നത്. പിന്നെ ഓരോന്ന് പരത്തിയിട്ട് അപ്പം തന്നെ ചുട്ടെടുക്കുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, പ്രശ്നമില്ല. നമ്മൾ പരത്തലും ചുടലും ഒരുമിച്ചാവാം. നമ്മൾ സ്റ്റവിൻ്റെ അടുത്ത് തന്നെ ഇത് പരത്താൻ നിന്നാൽ മതി. അതിൻ്റെ ഒപ്പം തന്നെ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം. തിരക്കില്ലാത്തവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ എല്ലാം പരത്തിയതിന് ശേഷം മാത്രം ചുട്ടെടുത്താൽ മതി. ഇതങ്ങനെ പെട്ടെന്നൊന്നും ഉണങ്ങിപ്പോവൊന്നുമില്ല. അപ്പോൾ നമ്മൾ എല്ലാവരും ഇവിടെ പരത്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നോരോന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് വെച്ചിട്ടുള്ളത്.
പാന് നല്ലപോലെ ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കണം ചപ്പാത്തി. അതിന് ശേഷം നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് നമ്മളുടെ സ്പാറ്റില കൊണ്ട് ഇതേപോലെ ഒന്ന് അമർത്തിയാൽ നമുക്ക് അപ്പം തന്നെ 30 സെക്കൻഡിനുള്ളിലൊക്കെ തന്നെ ഇതേപോലെ ഒന്ന് ബബിൾസ് വരും. ബബിൾസ് വന്ന ഉടനെ തന്നെ നമുക്ക് മറ്റേ സൈഡ് മറിച്ചിടാം. മറ്റേ സൈഡ് മറിച്ചിട്ടിട്ട് അതും ഇതേപോലെ തന്നെ ഒരു 20 മുതൽ 30 സെക്കൻഡിനുള്ളിൽ ഇതേപോലെ ഒന്ന് പൊളച്ച് വരും. അപ്പം തന്നെ നമുക്ക് ചപ്പാത്തി നമുക്ക് മാറ്റാം പാനിൽ നിന്നും. ഇത് ഓവർ സമയം നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി ഹാർഡായി പോവും. ഒരു സൈഡ് ഭയങ്കര ഹാർഡായി പോവും. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ അത്ര സുഖം ഉണ്ടായിരിക്കില്ല, ഇരിക്കും തോറും ഹാർഡായി മാറും. അപ്പോൾ പെട്ടെന്ന് തന്നെ ബബിൾസ് വന്ന ഉടനെ തന്നെ മറ്റേ സൈഡ് മറിച്ചിടാം. അപ്പോഴേക്കും മറ്റേ സൈഡ് ഇതേപോലെ നമുക്ക് ഒന്ന് പൊന്തി വരും. അപ്പോഴേക്കും നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാം. നമ്മൾ ഇതിൻ്റെ മേലെ നെയ്യോ അതേപോലെ വെളിച്ചെണ്ണയോ ഒന്നും നമ്മൾ തേച്ചെടുക്കേണ്ട കാര്യമില്ല. നമ്മളുടെ ചപ്പാത്തി അല്ലാണ്ട് തന്നെ സോഫ്റ്റാണ്. നമ്മളിപ്പോൾ ചെറു ചൂടുവെള്ളത്തിലിട്ട ആ ഒരു ടേബിൾ സ്പൂൺ നെയ്യുടെ മാത്രം ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.